വിമല പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇന്നുച്ചയ്ക്ക് ഗുരുകുലത്തിന്റെ പിന്നാമ്പുറത്ത് വിശപ്പകറ്റാൻ വരുന്ന പഞ്ചമിയെ തേടി കല്ലെറിയാൻ വരുന്ന കുട്ടികൾക്ക് പകരം തുളച്ചു കയറുന്ന കരിങ്കൽ ചീളുകളുമായി നമ്മുടെ പടയാളികൾ ഉണ്ടാവും. നല്ലത്. ആ കരിങ്കൽ ചീളുകൾ തുളച്ചു കയറേണ്ടത് പഞ്ചമിയുടെ ശിരസിലേക്ക് മാത്രമല്ല, മാതംഗദേശത്തിന്റെ പ്രതീക്ഷയിലേക്കുമാണ്. സുന്ദരരാജന്റെ ആളുകൾ എത്തുന്നതിന് മുൻപായി നമ്മുടെ പട അവളെ കാണണം. വക വരുത്തിയിരിക്കണം അവളെ. തമ്പുരാൻ നീണാൾ വാഴട്ടെ. അങ്ങേ മുഖം കാണിക്കണമെന്ന് പറഞ്ഞത് കാര്യമുണ്ട്. കാത്തുകാത്തിരുന്ന അവധൂതൻ ദേശമംഗലത്തെത്തി. അതോടെ നാടിന്റെ കഷ്ടകാലം തീർന്നുവെന്ന് നാം വിശ്വസിച്ചു. പക്ഷേ ദുർഘടങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ. അങ്ങ് ഉദ്ദേശിക്കുന്നത്? പഞ്ചമിയെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്തത് നമ്മുടെ പരാജയമാണ്. നമ്മുടെ പടയാളികൾ ദേശം മുഴുവനും തിരയുന്നു തമ്പുരാൻ. പക്ഷേ ഇളയ തമ്പുരാട്ടിയെ കണ്ടെത്താനായില്ല. നമ്മുടെ ദേശത്ത് മാത്രമല്ല, അയൽ ദേശങ്ങളിലും തിരയണം. അയൽ ദേശത്തെ നാടുവാഴികളെ അങ്ങ് തന്നെ നേരിട്ട് പോയി കാണണം. അവരോട് അഭ്യർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് പഞ്ചമിയെ കണ്ടെത്താൻ ഉത്തരവ് പുറപ്പെടുവിക്കണം. ആയിക്കോട്ടെ തമ്പുരാൻ. തമ്പുരാൻ, തെറ്റായ വിധി പ്രസ്താവിച്ച് പഞ്ചമിയെ നാടുകടത്തിയത് സൈന്യാധിപനല്ല, മന്ത്രിമുഖ്യനല്ല, നാടലഞ്ഞന്വേഷിക്കുന്ന പടയാളികളുമല്ല. എന്നിട്ടെന്തേ അങ്ങ് പുറപ്പെടാത്തത്? സ്വാമി, അതല്ലേ ശരിയായ പ്രായശ്ചിത്തം? ഒരുപക്ഷെ ഇവരൊക്കെ ചെന്ന് പഞ്ചമിയെ കണ്ടു എന്ന് തന്നെ കരുതുക. തിരിച്ചു വരില്ല എന്ന് ആ കുട്ടി നിഷേധിച്ചാൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല. സ്വമനസ്സാലെ പഞ്ചമി തിരിച്ചു വരണം. അങ്ങേക്ക് നാം പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായി. തെറ്റാണ് നാം ചെയ്തത്. നാം തന്നെയാണ് തിരുത്തേണ്ടത്. ഇനി അമാന്തം കാണിക്കുന്നില്ല. നേരം പുലരുമ്പോൾ തന്നെ നാം പുറപ്പെടുകയായി. സഞ്ചരിക്കാനുള്ള ദൂരം മറക്കണ്ട. നേടാനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അനുജത്തിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ. എറിഞ്ഞോ? എറിഞ്ഞോ? കൊല്ലരുത്, എന്നെ കൊല്ലരുത്. നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് ആർക്കും നിന്നോട് വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചവർക്ക് വേണ്ടത് നിന്റെ മരണമാണ്. ആരാ നിങ്ങളെ അയച്ചത്? ആർക്കാ എന്നെ കൊല്ലേണ്ടത്? ഒരു തെരുവിൽ അലയുന്ന ഒരു പെണ്ണിനെ കൊന്നിട്ട് ആർക്ക് എന്ത് നേട്ടം? നേട്ടവും കോട്ടവും ഞങ്ങൾക്കറിയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കുന്നവർ പറയുന്നത് അനുസരിക്കാനേ പറ്റൂ. ഞാൻ ഈ നാട്ടിൽ നിന്നും പൊയ്ക്കോളാം. ഒരിക്കലും ഈ നാട്ടിൽ ഇനി വരില്ല. എന്നെ കൊല്ലാതിരിക്കാമോ? ഈ നാട്ടിലല്ലെങ്കിൽ മറ്റൊരിടത്ത് നീ ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങളുടെ യജമാനന്മാർക്ക് ആപത്താണ്. അതുകൊണ്ട് അവൾ അവസാനിച്ചു. നാഗേന്ദ്രൻ തമ്പുരാന്റെ കൽപ്പന അവളുടെ ജഡവുമായി തിരിച്ചു ചെല്ലാനാണ്. എത്രയും പെട്ടെന്ന് താഴേക്കിറങ്ങണം. നേരെ വിരട്ടാറായി. ഇനി എങ്ങനെ പോവാനാ? പോയേ പറ്റൂ. കാട്ടുമൃഗങ്ങൾ തിന്നു തീർക്കുന്നതിന് മുന്നേ അവളുടെ ജഡം കണ്ടെത്തണം.
അത് അവൾ തന്നെയല്ലേ? അതെ, അവൾക്ക് ആരാണ് പൂമത്ത് വിരിക്കുന്നത്? നമുക്ക് നാഗേന്ദ്രൻ തമ്പുരാന്റെ ആജ്ഞ അനുസരിച്ചേ പറ്റൂ. കല്ലെറിഞ്ഞ് കൊല്ലവളെ. ഇവളെന്താ മന്ത്രവാദിനിയോ? ഓ, എറിഞ്ഞെറിഞ്ഞെന്റെ കൈ തളരുന്നു. നമുക്ക് വേള വകവരുത്താം. കണ്ടില്ലേ ഇവൾ പൂമത്തെ കിടക്കുന്നത്? ഇവൾ മന്ത്രവാദിനി തന്നെ. നമുക്ക് വേള വകവരുത്താം. ഇതെന്താ ഈ ചെയ്ത്? ഇത് എവിടെ നിന്ന് വന്നു? അയ്യോ, ഇതെന്താ കൊല്ലാൻ വരുന്നത്? ഓടിക്കോ, ഓടിക്കോ. നമ്മൾ ഈ കാട്ടുപ്രദേശത്ത് ഒരുപാട് നേരമായി തമ്പുരാൻ. സാരമില്ല, മുന്നോട്ടും തന്നെയാണ് മനസ്സ് മന്ത്രിക്കുന്നത്. തമ്പുരാൻ, ഗോത്രവർഗക്കാരുടെ കാടാണ്. പലർക്കും നമ്മെ അറിയുക പോലുമില്ല. ഇനി മുന്നോട്ടുള്ള യാത്ര ആപത്താണ് തമ്പുരാൻ. ഇല്ല, പരീക്ഷണങ്ങൾ അനവധി ഉണ്ടാകുമെന്ന് അവധൂതൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പരീക്ഷണങ്ങൾ താണ്ടിയല്ലാതെ പഞ്ചമിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് മനസ്സ് പറയുന്നത്. എങ്കിൽ അങ്ങിവിടെ വിശ്രമിച്ചാലും ഞാനും പടയാളികളും പോയി നോക്കി വരാം. വേണ്ട, നാം തന്നെ വരാം. തമ്പുരാൻ, പ്രാണന്റെ അവസാന ശ്വാസത്തിലും അങ്ങയുടെ ജീവൻ കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ദേശമംഗലത്തിന്റെ പ്രാണൻ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമുഖ്യ. അവിടെ ദേശത്തിന്റെ നാഥന് മാത്രം പ്രാണൻ ബാക്കിയെന്തിന്? വരൂ, നമുക്ക് പോയി തിരയാം. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. വരൂ. തമ്പുരാൻ, എന്തോ ആഘോഷങ്ങൾ നടന്നതിന്റെ സൂചനയാണ്. ഒരുപക്ഷെ ഗോത്രവർഗക്കാരുടെ ആരാധനാലയത്തിലേക്കുള്ള വഴിയായിരിക്കാം. നോക്കാം. ഗോത്രവർഗക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. ആയുധങ്ങൾ നമുക്ക് പരിചിതമായതുമാവില്ല. കയ്യിലകപ്പെട്ടാൽ നരബലി കൊടുക്കാൻ പോലും മടിക്കില്ല അവർ. മന്ത്രി, നമ്മുടെ ജീവന് അങ്ങ് കൊടുക്കുന്ന പ്രാധാന്യം നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. വീണുകിടക്കുന്ന കാട്ടുപോക്കൾ നമുക്കെതിരാണെന്ന് ചിന്തിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മുടെ വഴി തെളിക്കുന്നതാണെങ്കിലോ? അങ്ങനെയും ചിന്തിച്ചുകൂടെ? അങ്ങ് പറയുന്നത് പോലെ ഗോത്രവർഗക്കാരുടെ ഉത്സവവും മറ്റുമാണെങ്കിൽ കാതടപ്പിക്കുന്ന ശബ്ദം കേൾക്കേണ്ടതല്ലേ? എത്രയോ ഉച്ചത്തിലായിരിക്കും അവരുടെ മേളങ്ങൾ. പക്ഷേ ഇവിടെ നിശബ്ദം.
അടിയന്റെ ആശങ്കകൾ പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മേ മഹാമായെ, ഒരു ചുവട് പോലും പിന്നോട്ട് വയ്ക്കാൻ നാം തയ്യാറല്ല. ദേവി, വഴി കാണിക്കുക. അമ്മേ മഹാമായേ. ഇത് കാട്ടുപൂവല്ല. ഇതിന്റെ ചെടിയെങ്ങും ഇവിടെയെങ്ങും കാണാനുമില്ല. ഇതെങ്ങനെ മുകളിൽ നിന്ന് വീണു? യാത്ര തുടരാനുള്ള ആദിപരാശക്തിയുടെ സൂചനയാണ്. മുന്നോട്ട് നടക്കൂ. തമ്പുരാൻ നടന്നാലും തമ്പുരാൻ അത് നോക്കൂ. ദേ അവിടെ വന്നാലും. പഞ്ചമി, പഞ്ചമി, നാം നിന്നെ തേടി വന്നതാണ്. എന്തിന്? അടിയൻ പിഴച്ചവളല്ലേ? നാടുകടത്തപ്പെട്ടവളല്ലേ? നമുക്ക് തെറ്റുപറ്റി. ചുറ്റുമുള്ളവരെ വിശ്വസിച്ചു നാം. നിനക്ക് പറയാനുള്ളത് എന്തെന്ന് കേട്ടില്ല. ചതിയാണ് നടന്നത്. എല്ലാം നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശകുന്തളാദേവിയും ഭർത്താവ് ശിവശങ്കരനും തെറ്റുകൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു. കൊട്ടാരത്തിലെ എല്ലാവരും പഞ്ചമി തമ്പുരാട്ടിയുടെ വരവ് കാത്തിരിക്കുകയാണ്. ഒരുപാട് ദൂരം അലഞ്ഞു. ഭ്രാന്തി എന്ന് പറഞ്ഞ് ആളുകൾ എന്നെ കല്ലെറിഞ്ഞു. കുപ്പയിൽ നിന്നും ഭക്ഷിച്ചു. കാട്ടുമൃഗങ്ങൾക്ക് പിടികൊടുക്കാതെ ഒളിച്ചു നടന്നു. പ്രാണൻ ഒടുങ്ങുന്നതിന് മുൻപ് ഒരേ ഒരു ആഗ്രഹം ബാക്കിയായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ എന്റെ നാട് എന്നെ വിശ്വസിക്കണം, എന്റെ ഏട്ടൻ വിശ്വസിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. സന്തോഷായി. ദേവി മഹാമായ അത് തോന്നിച്ചുവല്ലോ. ഇനി അങ്ങ് തിരിച്ചു പോയിക്കോളൂ. അങ്ങയുടെ അനുജത്തി ഇവിടെ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. ഇവിടെ തന്നെ അടിയൻ ഒടുങ്ങിക്കോളാം. പാടില്ല. തെറ്റ് ചെയ്ത തമ്പുരാനെ ദേവി മഹാമായ ശിക്ഷിച്ചു. ദേശമംഗലത്തിന്റെ അതിർത്തികൾ കടന്ന് നീ മുന്നോട്ട് നടക്കുമ്പോ ദേശമംഗലത്തിന്റെ ചൈതന്യം കൂടിയാണ് നിന്നോടൊപ്പം പുറപ്പെട്ടത്. രാജ്യമാകമാനം കെടുതികൾ കൊണ്ട് നിറയുന്നു. പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുന്നു. പ്രാണൻ അല്പം ശേഷിക്കുന്നവർ പലായനം ചെയ്യുന്നു. പരിഹാര പൂജകളിലെ ആദ്യത്തെ നിർദ്ദേശം പഞ്ചമിയെ കണ്ടെത്തുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ്. സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അമ്മയാണ്. ദേവി മഹാമായയുടെ അംശാവതാരമാണ്. തെറ്റ് ചെയ്ത ദേശമംഗലം തമ്പുരാൻ സ്വന്തം സഹോദരിക്ക് മുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. എന്തായി കാണിക്കുന്നത്? എഴുന്നേക്ക്. ഏട്ടൻ എന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തത് അങ്ങല്ലല്ലോ. അതിനെല്ലാം പരിഹാരവും നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ അനുജത്തിയെ ഇനിയൊരു നിധി പോലെ നാം കാത്തുകൊള്ളാം. കൂടെ വരണം. ഏട്ടൻ നിന്നോട് യാചിക്കുകയാണ്. പാടില്ല. ദേശത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ മനസ്സ് ഈ അനുജത്തിക്ക് മനസ്സിലാവും. ഞാൻ വരാം. അനുജത്തി, ഇനി നീ ദേശമംഗലത്തിന്റെ വിളക്കാണ്. ഈ ഏട്ടന്റെ മനസ്സിന്റെയും.
മന്ത്രവാദിനിയൊന്നുമല്ല, പക്ഷെ അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ജ്വാലയുണ്ട്. അണിഞ്ഞൊരുങ്ങി നിന്നപ്പോ ആ അഴകിനൊപ്പം നിൽക്കാൻ കത്തുന്ന നിലവിളക്കിന് പോലും സാധിക്കില്ല. ജ്യേഷ്ഠ, അമരേന്ദ്രപുരിയിൽ അവൾ അലഞ്ഞു നടന്ന സ്ഥലമൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്താ തിരക്കേണ്ടത്? കല്ലെറിയാൻ പോയ പടയാളികൾ തിരിച്ചു വന്നത് കേൾവിശക്തി പോലും നഷ്ടപ്പെട്ടിട്ടാ. നാടലയാൻ പോയ ഒരുത്തിക്ക് അതിനുള്ള ശേഷി ഉണ്ടാവില്ലല്ലോ. അപ്പോ അറിഞ്ഞല്ലേ പറ്റൂ പഞ്ചമിയെ സംരക്ഷിച്ചിരിക്കുന്നത് ഏത് ശക്തിയാണെന്ന്. തിരക്കാം. ഏതെങ്കിലും ഒരു രക്ഷയുടെ ബലം അവർക്കുണ്ടെങ്കിൽ അതിന് മറുവിധിയും തേടാം. നമ്മുടെ എല്ലാ ചെയ്തികളെയും മറികടന്ന് അവർ മുന്നേറുകയാണ്. പഞ്ചമി വിളക്ക് കൊളുത്തി അവധൂതൻ ഫലം പറയട്ടെ. അതുവരെ കാത്തിരിക്കാം നമുക്ക്. സ്വർണത്തളികയിൽ മാർഗങ്ങളൊന്നും തെളിയുന്നില്ല. മന്ത്രങ്ങളെല്ലാം പിഴച്ചു പോകുന്നു എന്നൊരു തോന്നൽ. അറിയില്ല കാത്തിരിക്കുന്നത് ഒരു തോൽവിയാണോ എന്ന്. തോൽവിയോ? അങ്ങനെ ഒരു സൂചനയാണ് ലഭിക്കുന്നതെങ്കിൽ ആ നിമിഷം നമുക്ക് പുറപ്പെടണം. ദേശമംഗലം കീഴടക്കാനായില്ലെങ്കിൽ പോലും സുന്ദരരാജന്റെ നെഞ്ചിൽ നമ്മുടെ വാൾത്തല ആഴ്ന്നിറങ്ങണം. നമ്മുടെ പിതാവിന് വേണ്ടി അത്രയെങ്കിലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നന്നായി വരട്ടെ. പഞ്ചമി തമ്പുരാട്ടി, ഭവതി സന്തോഷവതിയാണെന്ന് കരുതാമല്ലോ അല്ലേ? തീർച്ചയായും സ്വാമി. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് സത്യം ബോധ്യപ്പെട്ടു എന്നറിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമല്ലേ? അത് മതി എനിക്ക്. ആരോടും ഒരു പരാതിയുമില്ല. ദേശമംഗലത്തെ എല്ലാ പ്രജകളോടും ദേശമംഗലം വാഴുന്ന ഏട്ടൻ തമ്പുരാനോടൊപ്പം ഇനിയുള്ള കാലം സുഖമായി വാഴണം. അതാണ് എന്റെ ആഗ്രഹം. തമ്പുരാൻ, ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഇനി പരിഹാരങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാം. നമ്മുടെ കൈകളിലേക്ക് ജലം പകരൂ. ഇങ്ങോട്ട് തരിക. അരുത്. ഇത് പരിഹാരങ്ങളുടെ ഒരു സൂചനയാണ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ എന്താ ജോത്സരെ? നോക്കാം. അമ്മേ ഭഗവതി, അനിഴം തമ്പുരാൻ, ലക്ഷണങ്ങൾ കാണിക്കണത് അങ്ങയുടെ ദേശത്തിന്റെ തെക്ക് ഭാഗത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദേവി വിഗ്രഹം ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ആ വിഗ്രഹം ഇവിടെ എത്തിക്കുകയും ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തോടൊപ്പം പ്രതിഷ്ഠിക്കുകയും വേണം. തെക്ക് ദേശം എന്ന് പറയുമ്പോൾ സൂചന എന്തെങ്കിലും?
സൂചന കേട്ടോളൂ. പുലർച്ചെ പുറപ്പെടുന്ന അങ്ങയ്ക്ക് കാതങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഒരു ഗോമാതാവിനെയും അതിന്റെ ഉടമസ്ഥനെയും കാണാനാകും. അതിനെ പിന്തുടരുക. ബാക്കി എല്ലാ സൂചനകളും അങ്ങയ്ക്ക് വഴിയിൽ നിന്ന് തന്നെ ലഭിക്കും. പുലർച്ചെ തന്നെ പുറപ്പെടാൻ സ്വാമി. അതോടെ ദേശമംഗലത്തിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുമല്ലോ. ലക്ഷണപ്രകാരമുള്ള ആദ്യ കർമ്മമാണ് നാം പറഞ്ഞത്. ബാക്കിയെല്ലാം വിഗ്രഹം ഇവിടെ എത്തിയതിനു ശേഷം. അങ്ങയുടെ പ്രയാണം വിജയമായിരിക്കട്ടെ. അമ്മേ ഭഗവതി. ദേവീ വിഗ്രഹം ജലസമാധിയിലാണ്. ആണ്ടുകളായി പൂജയും മന്ത്രോച്ചാരണവുമില്ലാതെ നദീതടത്തിന്റെ അഗാധതയിൽ കിടക്കുന്ന ആ വിഗ്രഹത്തിന് സ്വയം ജ്വലിക്കാനും മറ്റൊരാൾക്ക് ആ സ്ഥാനം കണ്ടെത്തിക്കൊടുക്കാനുള്ള കഴിവുമില്ല. പിന്നെങ്ങനെ സുന്ദരരാജൻ അത് കണ്ടെത്തും? ലക്ഷണം പറഞ്ഞവരെ പറഞ്ഞയക്കുന്നത് അവധൂതനാണ്. അത് മറക്കരുത്. ദേശമംഗലത്തു നിന്നും ദേവീ ചൈതന്യം പുറത്തു പോയതിന്റെ കാരണം അവധൂതന് നന്നായി അറിയാം. ഒരുപക്ഷെ അത് രാജാവിനെ ബോധ്യപ്പെടുത്താൻ കൂടി ആയിക്കൂടെ ഇങ്ങനൊരു യാത്ര. പഞ്ചമിയെ തിരിച്ചെത്തിച്ചു. അവളെ കൊണ്ട് നിലവിളക്ക് കൊളുത്തിച്ചു. പക്ഷേ അതിനിടയിൽ എവിടെയോ വെച്ച് അവധൂതൻ മനസ്സിലാക്കി കാണണം, ഈ കർമ്മം പൂർണ്ണതയിലെത്തില്ല എന്ന്. അതിന്റെ കുറ്റം തലയിൽ പേറാനും അയാൾക്ക് വയ്യ. അങ്ങനെയെങ്കിൽ അത് മഹാരാജാവിന്റെ ശിരസിന് അലങ്കാരമാവട്ടെ എന്ന് അയാൾ കരുതി കാണും. ജ്യേഷ്ഠൻ ഇതെല്ലാം നിസ്സാരമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എനിക്കങ്ങനെ കാണാൻ തോന്നുന്നില്ല. അവധൂതന്റെ അരുളപ്പാട് പോലെ അങ്ങനെയൊന്ന് കണ്ടെടുത്തുകൊണ്ട് വന്നാൽ ദേശമംഗലത്തിന്റെ ശ്രേയസിനായുള്ള പൂജകളായിരിക്കും അവിടെ നടക്കുക. വിഗ്രഹം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ ആ നിമിഷം അത് നമ്മുടെ മൂർത്തികൾ നമുക്ക് കാണിച്ചു തരും.